Hello everyone. Today I would like to discuss about genomics and proteomics. ജീനോമിക്സിനും പ്രോട്ടിയോമിക്സിനും ബയോ ഇൻഫോർമാറ്റിക്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യം നമുക്ക് ജീനോമിക്സ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് എന്താണ് ജീനോം? ടോട്ടൽ സെറ്റ് ഓഫ് ജീൻ പ്രസന്റ് ഇൻ ദ ബോഡി ഈസ് കോൾഡ് ജീനോം. The term genome introduced by Hans Carl Albert Winkler in 1920. നമുക്കറിയാം ഓമിക്സ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സ്റ്റഡി അബൌട്ട് സംതിങ്. So, genomics means study of total set of gene present in the organism. The term genomics was coined by Thomas Huston Roderick in 1987. ഇനി എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി? നമ്മുടെ ബോഡിയിൽ ജീൻ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സെൻട്രൽ ഡോഗ്മ വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം DNA-യിലാണ് നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഇൻഫർമേഷൻസ് ഉള്ളത്. The flow of information from DNA to RNA to protein in living cells is called central dogma of molecular biology. ഫ്രാൻസിസ് ക്രിക്ക് എന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. There are three major process: replication, transcription and translation. നമുക്കിവിടെ നോക്കാനുള്ളത് എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോഡേൺ ബയോളജി എന്നാണ്. ജീനോം പ്രൊഡ്യൂസ് ട്രാൻസ്ക്രിപ്റ്റോം, ട്രാൻസ്ക്രിപ്റ്റോം ഗീവ്സ് പ്രോട്ടിയോം, then which gives metabolome and then interactome finally or living system. ബയോ ഇൻഫോർമാറ്റിക്സിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് ഇത്. ടുഡേ ജീനോമിക്സ് ഇൻക്ലൂഡ് ഫസ്റ്റ് ATGC കോഡുകൾ ഉപയോഗിച്ച് ജീനോമിനെ സീക്വൻസ് ചെയ്യുന്നു. ദെൻ ഓർഗാനിസത്തിലെ കംപ്ലീറ്റ് സെറ്റ് പ്രോട്ടീൻ കണ്ടുപിടിക്കുന്നു. കൂടാതെ ജീനും മെറ്റബോളിക് പാത്വേസും ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയുന്നു. ജീൻസ്, ഇന്റർജീനിക് സീക്വൻസസ്, റിപ്പീറ്റ്സ് എന്നിവ ഉൾപ്പെടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ക്രോമസോമുകളിലെയും ടോട്ടൽ സെറ്റ് DNA ജീനോം ആണ്. ഇനി നമുക്ക് ജീനോം എത്ര ടൈപ്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോകാരിയോട്ടിക് ജീനോം, ദെൻ യൂകാരിയോട്ടിക് ജീനോം. യൂകാരിയോട്ടിക് ജീനോമിൽ തന്നെ ന്യൂക്ലിയർ ജീനോം, മൈറ്റോകോൺട്രിയൽ ജീനോം, ക്ലോറോപ്ലാസ്റ്റ് ജീനോം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ജീനോം മീൻസ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജീൻ പ്രസന്റ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം സീക്വൻസ് ചെയ്ത ജീനോം എന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ആയിരുന്നു. 1995 ഇത് ചെയ്തത്. അതിനെ മോഡൽ ഓർഗാനിസം എന്ന് പറയുന്നു. അതായത് ഓർഗാനിസം ഇൻ വിച്ച് ജനറ്റിക് കണ്ടന്റ് ഈസ് കംപ്ലീറ്റ്ലി നോൺ. ഇതാണ് മോഡൽ ഓർഗാനിസം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രൂട്ട് ഫ്ലൈയുടെ മോഡൽ ഓർഗാനിസം ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ ആയിരുന്നു. 2000 ഇത് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് യൂകാരിയോട്ടിക് ജീനോം സീക്വൻസ് ചെയ്തത് ഈസ്റ്റിന്റെയും വേമിന്റെയും ആയിരുന്നു. അത് 1999 ചെയ്തത്. ഇനി നമ്മുടെ ഹ്യൂമൻ ജീനോം മനസ്സിലാക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. 1990 ഒക്ടോബർ 1 ഇത് തുടങ്ങിയത്. 13 വർഷം കൊണ്ടാണ് ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഫ്രാൻസിസ് കോളിൻ ആയിരുന്നു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഡയറക്ടർ. അടുത്തതായി നമുക്ക് ജീനോമിക്സിന്റെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓർഗാനിസത്തിന്റെ ജീനോം സീക്വൻസിനെ കമ്പൈൽ ചെയ്യുന്നു. ദെൻ എസ്റ്റാബ്ലിഷ് ദ ലൊക്കേഷൻ ഓഫ് ഓൾ ജീൻസ് ആൻഡ് അനോട്ടേറ്റ് ദ ജീൻ സെറ്റ് ഇൻ എ ജീനോം ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ഫംഗ്ഷൻ ഓഫ് ഓൾ ജീൻസ്. ജനറേറ്റ് ജീൻ എക്സ്പ്രഷൻ പ്രൊഫൈൽസ് ഫോർ സെൽസ് അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻസ്. Compare genes and proteins of different organisms to establish evolutionary relationship. അടുത്തതായി നമുക്കൊരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ടൈപ്സ് ഓഫ് ജീനോമിക്സ്: സ്ട്രക്ചറൽ ജീനോമിക്സ്, ഫങ്ഷണൽ ജീനോമിക്സ് ആൻഡ് കമ്പാരിറ്റീവ് ജീനോമിക്സ്. സ്ട്രക്ചറൽ ജീനോമിക്സ് മീൻസ് ജീനിന്റെ 3D സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നു. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ജനറ്റിക് മാപ്പിംഗ്, ഫിസിക്കൽ മാപ്പിംഗ് ഇവയൊക്കെയാണ്. അടുത്തത് ഫങ്ഷണൽ ജീനോമിക്സ്. ജീനിന്റെ പെർട്ടിക്കുലർ സ്ട്രക്ചർ മനസ്സിലാക്കി അതിന്റെ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുന്നു. ജീനിന്റെയും ജീനോം സീക്വൻസിന്റെയും ഫംഗ്ഷൻ മനസ്സിലാക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. ഇനി കമ്പാരിറ്റീവ് ജീനോമിക്സ്, സ്റ്റഡി ഓഫ് കമ്പാരിസൺ ഓഫ് ജീനോം സീക്വൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്പീഷീസ്. ഇതിലൂടെ നമുക്ക് രണ്ട് ജീനോം കമ്പയർ ചെയ്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് മ്യൂട്ടേഷണൽ ജീനോമിക്സ്. മ്യൂട്ടേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇനി മ്യൂട്ടേഷൻ ഒക്കർ ചെയ്യുന്ന ജീനിനെ പറ്റി പഠിക്കാനുള്ള ഫീൽഡാണ് മ്യൂട്ടേഷണൽ ജീനോമിക്സ്. ഇതിലൂടെ കോഡിംഗ് സീക്വൻസിലോ നോൺ കോഡിംഗ് സീക്വൻസിലോ ഉള്ള മ്യൂട്ടേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ജീനോമിക്സ് എന്ന ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ടോപ്പിക്കിലെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഞാൻ കവർ ചെയ്തത്. ഇനി നമുക്ക് പ്രോട്ടിയോമിക്സ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് എന്താണ് പ്രോട്ടീൻ?
നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ ഉപയോഗിച്ചാണ്. ഓൾ തിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ് ഈ എൻസൈംസ്. ഈ എൻസൈം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അത് മെറ്റബോളിക് പ്രോസസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. Then protein functions include structural support, storage, transport, cellular communications, movement and defense against foreign substances. കൂടാതെ DNA replication, DNA recombination, RNA splicing ഈ പ്രോസസ്സുകളിലൊക്കെ പ്രോട്ടീൻ ഇൻവോൾവ് ആണ്. ഇനി നമുക്ക് പ്രോട്ടിയോം എന്താണെന്ന് നോക്കാം. പ്രോട്ടിയോം is a complete set of protein in our body. So proteomics is the study of complete set of protein in the body. ഇനി പ്രോട്ടിയോമിക്സിന്റെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടിയോമിലെ എല്ലാ പ്രോട്ടീനെയും ഐഡന്റിഫൈ ചെയ്യുന്നു. കൂടാതെ ഓരോ പ്രോട്ടീന്റെയും സീക്വൻസ് ഡിറ്റർമിൻ ചെയ്യുന്നു. Then analyze globally protein levels in different cell types and at different stages in development. അടുത്തതായി പ്രോട്ടിയോമിക്സിന്റെ യൂസസ് നോക്കാം. Genome approximately equal to 26,000 to 31,000 protein encoding genes. Human protein greater than or equal to 1 million. Then proteomics is a study of full protein complement of organism. ഇനി പ്രോട്ടിയോമിക്സിന്റെ ബ്രാഞ്ചസിൽ ഉൾപ്പെടുന്നവയാണ് സ്ട്രക്ചറൽ പ്രോട്ടിയോമിക്സ്, എക്സ്പ്രഷൻ പ്രോട്ടിയോമിക്സ് ആൻഡ് ഇന്ററാക്ഷൻ പ്രോട്ടിയോമിക്സ്. സ്ട്രക്ചറൽ പ്രോട്ടിയോമിക്സ് ന്യൂലി ഡിസ്കവേർഡ് ജീൻസും ഡ്രഗ് ഇന്ററാക്ഷനും ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. എക്സ്പ്രഷൻ പ്രോട്ടിയോമിക്സ് ഒരു പർട്ടിക്കുലർ സാമ്പിളിലെ മെയിൻ ജീനിനെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. അടുത്തത് ഇന്ററാക്ഷൻ പ്രോട്ടിയോമിക്സ്. ഇറ്റ് ഈസ് ദ പാത്വേ ഇൻ വിച്ച് പ്രോട്ടീൻ കമ്പൈൻ ഇൻ ലാർജ് കോംപ്ലക്സസ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റഡി ഓഫ് പ്രോട്ടിയോമിക്സ്. ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്. നമുക്കൊരു ഡിസീസ് വന്നാല് നമ്മുടെ ജീൻ ഏതെന്ന് നോക്കി പേഴ്സണലൈസ്ഡ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പ്രോട്ടിയോം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഡിസീസ് ബയോമാർക്കേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും പ്രോട്ടീൻ ഇന്ററാക്ഷനും പ്രോട്ടീൻ ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇനി പ്രോട്ടിയോമിക്സ് നേരിടുന്ന വലിയ ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, പ്രോട്ടിയോം എന്നത് ജീനോമിനേക്കാളും വലുതാണ്. ചേഞ്ചസ് ഇൻ പ്രീ mRNA സ്ട്രക്ചർ അഫക്ട് ദ പ്രൈമറി സീക്വൻസ് ഓഫ് പ്രോട്ടീൻ. ആൾട്ടർനേറ്റീവ് സ്പ്ലൈസിംഗ്, RNA എഡിറ്റിംഗ്, പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. ഇതിനുള്ള മെത്തേഡ്സിൽ 2 ഡയമെൻഷണൽ ജെൽ ഇലക്ട്രോഫോറസിസ് പ്രോട്ടീൻ സെല്ലുലാർ പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യാനും, മാസ് സ്പെക്ട്രോമെട്രി സെല്ലുലാർ പ്രോട്ടീനെ ഐഡന്റിഫൈ ചെയ്യാനും, പ്രോട്ടീൻ മൈക്രോ അറേസ് പ്രോട്ടീന്റെ എക്സ്പ്രഷനും ഫംഗ്ഷനും വേണ്ടിയുള്ളതാണ്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് പ്രോട്ടിയോമിക്സ്. ഫസ്റ്റ് വൺ, ഡിസീസ് ട്രീറ്റ്മെന്റിന് വേണ്ടി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ന്യൂ ഡ്രഗ്സിന്റെ പ്രൊഡക്ഷൻ. Then proteomics depends upon genome and information in the form of protein expression. Then computer tools used for drug discovery. പ്രോട്ടീന്റെ 3D അനാലിസിസിന്റെ ഹെൽപ്പോടെ we have found that HIV proteases is the enzyme which is responsible for AIDS. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് യൂസ് ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബയോമാർക്കേഴ്സ്. ഇനി പ്രോട്ടിയോമിക്സിന്റെ മേജർ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് ജീൻ പ്രഡിക്ഷൻ, ORF finding. ORF means open reading frame. Then metagenomics, next generation sequencing, computer aided drug designs. ഇനി പ്രോട്ടിയോമിക്സിന്റെ സ്റ്റഡിക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാബേസസ് ആണ് മാസ്കോട്ട്, സീക്വസ്റ്റ്, ഫെനിക്സ്, സ്പെക്ട്രം, പാരഗൺ എക്സെട്ര. ഇതൊക്കെ കൊമേഴ്ഷ്യൽ ആണ്. ഇനി ഓപ്പൺ സോഴ്സ് ആയിട്ട് പറയുന്നത് മാസ്കോട്ട്, എക്സ്ട്രാൻഡം, ഓംസ എക്സെട്ര.